ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നൊരു അടിപൊളി റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത്. കാടമുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ഗ്രേവിയൊക്കെ ആയിട്ടുള്ള കാടമുട്ട റോസ്റ്റിൻ്റെ ഒരു റെസിപ്പിയാണ്, നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് കാടമുട്ട ഇതുപോലെ പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ചൂടായി വരുന്ന സമയത്ത് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റിനേക്കാട്ടിലും കൂടുതൽ ചതച്ച് ചേർക്കുമ്പോഴാണ് കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ പോയി ഒന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു പച്ചമുളക് 4ആയി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി ഈ സവാള നന്നായിട്ട് തന്നെ വഴന്ന് വരണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴന്ന് കളറൊക്കെ അത്യാവശ്യം ചേഞ്ചായി വരുന്നത് വരെ തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് മൂടി നിന്ന് വെക്കാതെ തന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളർ ചേഞ്ചായി വരണം. ഇതുപോലെ തന്നെ ആയി വരണം. അപ്പോഴാണ് നമ്മുടെ മുട്ട റോസ്റ്റിന് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക. സവാള അത്യാവശ്യം വഴന്ന് വന്ന ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ഈ മുട്ട റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം സവാളയിലും എണ്ണയിലൊക്കെ കിടന്ന് ഈ പൊടികൾ നന്നായിട്ട് തന്നെ മൂത്ത് വരണം കേട്ടോ. നല്ലോണം ഒന്ന് കളറൊന്ന് ചേഞ്ചായി വരണം. നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മുട്ട റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റും കളറൊക്കെ കിട്ടാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കണം. ഞാനിതപ്പോൾ പൊടികളൊക്കെ മൊരിഞ്ഞ് വന്ന ശേഷം ഒരു വലിയ തക്കാളി ഇതുപോലെ കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം കേട്ടോ. തക്കാളി കൂടി ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വലിയ ടീസ്പൂണിന് 1 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കൂടി പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഈ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് പ്രത്യേക തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വെള്ളം ഒന്ന് പൊഴിച്ചു കൊടുക്കണ്ട. ആദ്യം ഇതിങ്ങനെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തുടഞ്ഞിട്ടുണ്ടാവും കേട്ടോ. കാരണം നമ്മൾ നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തക്കാളി നല്ല കുരുമുനാന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തക്കാളി നല്ല രീതിയിൽ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് കറിയായിട്ടല്ലല്ലോ ഉണ്ടാക്കുന്നത്, റോസ്റ്റായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പോരാത്ത ഉപ്പ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് വീണ്ടും മൂടി വെക്കണം. മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം വീണ്ടും ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ കറി ഒന്ന് നല്ലോണം തിളച്ച് ഒന്നങ്ങ് കുറുകി വരണം കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്നങ്ങ് കുറുകി വരണം. അപ്പോൾ 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന സമയത്ത് നമ്മുടെ ഗ്രേവി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പുഴുങ്ങി വരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള കാടമുട്ട ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 30 കാടമുട്ടോളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ 2-3 പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊരു 10-27 കാടമുട്ടോളം ഉണ്ടാവും. അതിനുള്ളൊരു മസാലയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. കാടമുട്ട ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി മുട്ടയിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വീണ്ടും കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം മാത്രം ഒന്ന് അങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ഗ്രേവി വീണ്ടും ഒന്നുകൂടി ഒന്ന് കുറുകിയിട്ടുണ്ടായിരിക്കും. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഗ്രേവി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. കാടമുട്ടയിലേക്ക് അത്യാവശ്യം ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും നമ്മൾ വരഞ്ഞിട്ടത് കൊണ്ട് തന്നെ. ഞാനിപ്പോൾ കാടമുട്ടയിൽ ചെയ്തു എന്നുള്ളൂ. നിങ്ങൾക്ക് കോഴിമുട്ടയിൽ വേണമെങ്കിലും ഇതേ മസാലയിൽ തന്നെ കോഴിമുട്ട വെച്ചും ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ.
ഇതാ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിഡിലൻ ടേസ്റ്റിലുള്ള കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മസാലയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിന് നെയ്ച്ചോറിൻ്റെ കൂടെ വരെ നല്ല സെറ്റാണ് കേട്ടോ. ഞാനിപ്പോൾ മക്കൾക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. കാണുമ്പോൾ തന്നെ നല്ല മൊഞ്ചില്ലേ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.